ഓടിച്ചാടി നടക്കണതേ. എന്നിട്ടാണ് കൊണ്ടുപോയി കൊടുത്ത പോലെ അവിടെ പോയിട്ട്. ഈ ഒരു അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയം നുറുങ്ങിപ്പോവുകയാണ്. ഈ ഒരു കേസ്, അതായത് ഈ ആരോൺ എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന കൊച്ചുകുട്ടി മരിച്ച കേസ് കുറച്ചധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതിൽ ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞത് ഇവരുടെ വീട്ടുകാരെ തന്നെയാണ്. എനിക്കും ആ അഭിപ്രായം തന്നെയാണ്. കാരണം 7 പല്ല് ശരിയാക്കാൻ വേണ്ടി അണ്ടർ അനസ്തേഷ്യയിൽ കൊച്ചിനെ കൊണ്ടുപോയി കൊല്ലേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അവിടെ ഒരു വില്ലൻ ഉണ്ട്. ആ വില്ലൻ ഈ ഹോസ്പിറ്റലുകാരും ഇവിടുത്തെ ഈ പ്രധാന ഡോക്ടറും തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഡോക്ടർ ഒരു കൊലയാളിയാണ്. ഈ ഡോക്ടർക്ക് ഇപ്പം കിട്ടിയ പോലെ ചെറിയ കയ്യബദ്ധത്തിനുള്ള ശിക്ഷ പോരാ. ശിക്ഷയല്ല ഇയാൾക്ക് വേണ്ടത്. ഈ ഡോക്ടറിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം. ഇനി ഒരു കുട്ടിയെ ഈ ഡോക്ടർ ചികിത്സിക്കാൻ പാടില്ല. ഇവിടെ വീട്ടുകാർക്ക് വലിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ടില്ല. സാധാരണഗതിയിൽ 3000 4000 കൊടുത്തിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് ക്ലിനിക്കിൽ പോയി ചെയ്യേണ്ടുന്ന പരിപാടി ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാന്നുള്ള രീതിയിൽ 40,000 50,000 മുടക്കി ഹോസ്പിറ്റലിൽ പോയി കൊച്ചിൻ്റെ പല്ല് ഒറ്റയടിക്ക് ശരിയാക്കുന്നു. സമയ ലാഭം, എല്ലാം ലാഭം, കുറച്ച് പൈസ കൂടുതലാവും. ഇതിലേക്ക് നയിച്ചത് ഹോസ്പിറ്റലുകാരുടെ മോട്ടിവേഷൻ. തീർച്ചയായും ഈ ഡോക്ടർ വലിയ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നിസ്സാരമായിട്ട് കൊച്ചിനെ ഓപ്പറേറ്റ് ചെയ്ത് ഇതെല്ലാം ശരിയാക്കി നിസ്സാരമായ രീതിയിൽ പല്ലുവേദനയും കാര്യങ്ങളും എല്ലാം പരിഹരിക്കാം, പൈസ ഇത്ര ചിലവാകുന്നേ ഉള്ളൂ. അവിടെ ആ ഒരു മോട്ടിവേഷനിൽ, അവിടെ ആ ഒരു കോൺഫിഡൻസിൽ ഈ കുടുംബം വീഴുകയാണ് ചെയ്തത്. ഹോസ്പിറ്റലുകാർ അവിടെ ശ്രദ്ധിച്ചത് മറ്റൊന്നുമല്ല. ചെറിയ 10,000-50,000 കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഒറ്റയടിക്ക് 40,000 50,000 കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ഇതുപോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, മലങ്കര മിഷൻ ഹോസ്പിറ്റലാന്ന് പറയുന്നു, കൊടുക്കുന്ന ഗൈഡൻസും ഇങ്ങനെ തന്നെയാണ്. മാക്സിമം ഒരു രോഗിയെ ചൂഷണം ചെയ്തെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്നാൽ മാത്രമേ ഇവർക്ക് സാലറി കിട്ടത്തുള്ളൂ. ഇവിടെ ഈ വീട്ടുകാരുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ടായിരിക്കുന്നു. 100% അവരെ നമ്മൾ കുറ്റം പറഞ്ഞേ പറ്റത്തുള്ളൂ. അതിലുപരി ഈ ഡോക്ടർ എന്ന് പറയുന്നവൻ ഒരു കൊലയാളിയാണ്, നരാധമനാണ്. ഇവനെ ഡോക്ടറെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇവൻ ഈ പരിപാടി ഇനി ചെയ്യാൻ പാടില്ല. ഇവൻ ഡോക്ടറായിട്ട് ഇനി ആരെയും ചികിത്സിക്കാൻ പാടില്ല. ഇവൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത്. ഇവൻ വല്ല കല്ലിൻ്റെ പണിക്കോ മേസ്ത്രി പണിക്കോ പോകുന്നതാണ് നല്ലത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഈ കൊച്ചു പോയത് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ മാരകമായ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ, തലയുടെ എന്തെങ്കിലും ഓപ്പറേഷനുമായിട്ടോ, ന്യൂമോണിയ ബാധിച്ചോ ആയിരുന്നെങ്കിൽ ഈ കൊച്ചു മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ പല്ലുവേദനയായിട്ട് പോകുന്ന ഒരു കൊച്ച് മരണപ്പെട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഡോക്ടർ? ഈ നാറിയ ഡോക്ടർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇവൻ മാത്രമൊന്നുമല്ല, ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാരണം തന്തയ്ക്ക് പൈസ ഉണ്ടെന്ന് കരുതി ഇവനെയൊക്കെ ഡോക്ടറേറ്റ് പഠിപ്പിക്കാൻ വിടും. ഫൈനൽ എക്സാം പൈസ കൊടുത്ത് എഴുതിയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലും കയറും ഡോക്ടറായിട്ട്. ഡോക്ടർമാരെ പൊതുവെ എനിക്ക് വലിയ ബഹുമാനവും ഇഷ്ടമാണ്. ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഡോക്ടർമാർ. പക്ഷേ ഇത്തരം ഡോക്ടർമാർ പൈസ കൊടുത്ത് പഠിച്ചിറക്കുന്ന ഈ പറഞ്ഞ തെണ്ടി പരീക്ഷകൾ ആൾക്കാരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവൻ്റെ ലൈസൻസ് എന്തുകൊണ്ട് റദ്ദാക്കിയില്ല ഇതുവരെ? അത് നമ്മുടെ നിയമ സംവിധാനത്തിൽ പറ്റത്തില്ലേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വന്നത് എന്താണ്? കൊച്ചിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അല്ലെങ്കിൽ കൊച്ചു ഒമിറ്റ് ചെയ്ത് ശ്വാസം നിലച്ചുപോയി, അല്ലെങ്കിൽ എന്താ കൊച്ചിന് ലങ്സിൽ ബ്ലീഡിങ് ഉണ്ടായി. പല്ല് വേദനയ്ക്ക് പോകുന്നൊരു കൊച്ചിന് എങ്ങനെയാണ് അവിടെ ഉണ്ടാവുക? പല്ല് വേദനയ്ക്ക് പോകുന്ന കൊച്ചിന് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാവും? റൂട്ട് കനാൽ ചെയ്യുമ്പോൾ എങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും? ഒരു പനി പോലും ഇല്ലാതെ ഹോസ്പിറ്റലിൽ വന്ന കൊച്ചല്ലേ ഇത്? അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഈ ഡോക്ടർ ഒരു കൊലപാതകി തന്നെയാണ് 100%. ഇനി ഒരു രോഗിയെ ഈ ഡോക്ടർക്ക് ചികിത്സിക്കാനുള്ള അർഹതയില്ല. അതുകൊണ്ട് ഈ ഡോക്ടറെ പിടിച്ച് ജയിലിടണോ എന്നല്ല ഞാൻ പറയുന്നത്. ഈ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ, മറ്റൊരാൾക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടാവരുത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഡോക്ടർ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഡോക്ടർ ഒരാളെ പോലും ഇനി ചികിത്സിക്കാൻ പാടില്ല. ഒരുപാടെണ്ണം ഇത് കണക്കുണ്ട്. തലവേദനയുടെ ഒരു ഗുളിയുടെ പേരറിയാത്ത ഡോക്ടർ എന്ന പേര് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് വാണ കേസുകെട്ടുകളുണ്ട്. ഇവനൊക്കെ ആരെയും ചികിത്സിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇവനൊക്കെ ഈ സമൂഹത്തിന് ശാപമാണ്. ഇവനെ കൊണ്ട് ഒക്കത്തിൽ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? എന്തിനാണ് വീട്ടുകാർക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവരെ ഇതിലേക്ക് തള്ളിയിട്ടിട്ട് കൊച്ചിനെ കൊല്ലുന്നത്? ഈ വീട്ടുകാരുടെ ഈ ഒരു അവസ്ഥ എന്ന് മാറും ഇനി? ആ അമ്മയുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, അവർക്ക് തെറ്റുപറ്റി. അവർക്ക് തെറ്റുപറ്റാനുള്ള കാരണം ഇവർ കൊടുത്ത കോൺഫിഡൻസ് തന്നെയാണ്. അതാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങി. അത്രത്തോളം വലിയൊരു കോൺഫിഡൻസ് ആണ് ഇവർ കൊടുത്തത്. അതാണ് ഏറ്റവും വലിയ പിഴവ് അവർക്ക് സംഭവിച്ചത്. ഇനിയെങ്കിലും മറ്റു രക്ഷിതാക്കൾ അത് പഠിക്കുക. ഇതുപോലുള്ള നാറികളായ ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിൽ വേണ്ട. ഡോക്ടർമാരില്ലെങ്കിൽ അത്രത്തോളേ ഉള്ളൂ. വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഡോക്ടർ, ഈ ചെയ്ത ഡോക്ടറിൻ്റെ അവൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ തീരുമാനങ്ങളും നിയമപാലകർ കൈക്കൊള്ളണം. ഇതൊരു കയ്യബദ്ധത്തിൻ്റെ പുറത്തുണ്ടായ കേസല്ല. കാരണം ഈ കൊച്ച് പല്ലിൻ്റെ പ്രശ്നത്തിനാണ് പോയത്. സോ അതവർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.